രവീന്ദ്രൻ കണ്ടപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു പയ്യൻ, നല്ല അടക്കമൊതുക്കുള്ള ചിട്ടയായിട്ടുള്ളൊരു പയ്യൻ. പിന്നെ അതിലുപരി മോൾക്ക് പയ്യനോട് നല്ല ഇഷ്ടമായിരുന്നു. ഒത്തിരി കല്യാണാലോചനകൾ വന്നപ്പോൾ അവൾക്ക് ഇതിനോട് എന്തോ ഇഷ്ടം തോന്നി. പിന്നെ പൊതുവെ അവരുടെ വീട്ടുകാരോടെല്ലാം നല്ലൊരു ഇഷ്ടമായിരുന്നു. ഏതൊരച്ഛനും പൊതുവെ പെൺമക്കളോടൊരു പോസിറ്റീവ് ആയിട്ടായിരിക്കില്ല അവരോടുള്ള അവരുടെ പെരുമാറ്റവും നമുക്ക് അവർക്ക് നമ്മളോടാണെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ. അത് അങ്ങനെ വച്ച് നോക്കുമ്പോൾ എൻ്റെ മോള് എനിക്ക് ഒരു കല്യാണം കഴിച്ച് വരുമ്പോൾ അതൊരു വിഷമമാണ്. പിന്നെ ഇത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നൊരു സംഗതി ആകുമ്പോൾ നമുക്കൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ള അവളെക്കുറിച്ച്, അവളെന്തിനും നല്ലൊരു മിടുക്കിയ എന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ എന്ത് കാര്യം ആണെങ്കിലും അവൾ ആലോചിച്ച് കൈകാര്യം ചെയ്യും. എന്ത് കാര്യമാണെങ്കിലും വീട്ടിൽ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതമൊക്കെയാണ് അവളുടെ. ഞാനൊരു പുകഴ്ത്തി പറയുന്നതല്ല, ഇതുവരെയുള്ള നമ്മുടെ അനുഭവങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യണം. പുതിയൊരു കുടുംബം വരുവാണ്. അപ്പോൾ ആ കുടുംബത്തെ അതിൻ്റേതായ രീതിയിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലൊക്കെ ക്ഷമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പറയാറുണ്ട്.
கனவா എൻ്റെ മോള് എനിക്ക് ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. അപ്പം ചെറുപ്പം മുതലാണെങ്കിലും എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെ ഒരുപാട് മറച്ചു വെക്കുന്ന രഹസ്യങ്ങളൊന്നും ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ വളർന്നു വരുന്നപ്പോഴും അതുപോലെ തന്നെ ഞാനും പറയുന്നത് അവളുടെ മനസ്സിൽ ഓരോ രഹസ്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എല്ലാം എന്നോട് ഓപ്പണായിട്ട് തുറന്നു പറയും. പിന്നെ എൻ്റെ മോള് നല്ല എവിടെ ഇരുന്നാലും നല്ല പേഴ്സണാലിറ്റി, നല്ല സ്വഭാവമുള്ളൊരു കൊച്ചാണ്. അപ്പം അതിനനുസരിച്ച് ഏറ്റവും നല്ലൊരു പയ്യനെ അവൾക്ക് കിട്ടി. അതിൽ ദൈവത്തോട് ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ ഭാവിയിലും അവൾ ഭർത്താവുമായിട്ട് 100 വർഷം ജീവിക്കട്ടെ, മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം എൻ്റെ മോളുടെ കല്യാണത്തിന് എല്ലാ മനസ്സ് നിറഞ്ഞ സന്തോഷങ്ങൾ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ മോളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ചും വിജയ് സാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ സാറ് തന്നെ ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ സാറിൻ്റെ ആ മേക്കപ്പും കൂടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മോളെ കണ്ടപ്പോൾ. അപ്പോൾ അവൾ UK പോയി പഠിച്ചെങ്കിലും UK പോയിട്ട് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ അതല്ലല്ലോ, കല്യാണം കഴിച്ച് പോകുമ്പോൾ വേറെ വീട്ടിലേക്ക് പോകുന്നൊരു ഇതാണല്ലോ. അപ്പോൾ പുതിയ ഫാമിലി, പുതിയ ഇതൊക്കെ ആകുമ്പോൾ അവളെല്ലാമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നല്ലൊരു സ്നേഹമുള്ള ഫാമിലി കിട്ടി. അത് ഭയങ്കര സന്തോഷം. അവളുടെ മറക്കാൻ പറ്റാതെ ഞാനും അവളുമായിട്ട് പിരിഞ്ഞ് നിന്നിട്ടില്ല. ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് കോളേജ് ജീവിതം എല്ലാം. ഇപ്പോൾ 2 വർഷത്തേക്ക് എൻ്റെ ഇതിൽ നിന്നും കൂടെ ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവളെ പുറത്ത് വിട്ട് പഠിപ്പിച്ചത്.
അപ്പോൾ അവിടെ ചെന്നിട്ട് അവൾ നമ്മളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ എന്തുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കുകയോ ആലോചിക്കുകയോ ഒക്കെ ചെയ്ത ശേഷമാണ് അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. പിന്നെ അവർക്കെല്ലാം സ്വന്തമായിട്ട് അവളുടേതായ തീരുമാനങ്ങളുണ്ട്. ഞങ്ങളെപ്പോഴും അവളുടെ തീരുമാനത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വളർത്തിക്കൊണ്ട് വന്ന എല്ലാം അവൾ നല്ല പെർഫെക്റ്റാണ് അവളുടെ ജീവിതത്തിൽ. അപ്പോൾ അത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഈ വിവാഹ ജീവിതം അതുപോലെ തന്നെ എല്ലാം ഭഗവാൻ നല്ല ഇതാക്കിയൊക്കെ നല്ലൊരു പയ്യനെ കിട്ടി, അതും ദൈവത്തിൻ്റെ അനുഗ്രഹം. മുന്നോട്ടുള്ള ജീവിതം അതുപോലെ തന്നെ ഭയങ്കര നല്ല സ്വഭാവത്തോടെ രണ്ടുപേരും ഒത്തൊരുമയോടുകൂടി ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ മോളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ജീവിക്കുക. ഒരാൾ പറഞ്ഞ് അപ്പോൾ തന്നെ അതിന് മറുപടി പറയാതെ കേട്ട് അത് ക്ഷമിക്കേണ്ടതാണെങ്കിൽ ക്ഷമിച്ച് അങ്ങനെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പൈസ അതൊന്നും ഒരു കാര്യമല്ല, മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റാണ് ഏറ്റവും നല്ലത്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തും എല്ലാ അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരാൾ മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുക. ആണ് പെണ്ണ് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ആണും പെണ്ണും രണ്ട് മക്കളാണ് ഒരേ തട്ടിലാണ് ഞാൻ കാണുന്നത്. പെണ്ണെന്നുള്ള രീതി മാറ്റി നിർത്തും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ പെണ്ണുങ്ങൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്, അത് മാനിക്കുക. അപ്പോൾ അവരങ്ങനെ പരസ്പരം അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. മരുമകൻ എന്ന് പറഞ്ഞ പേര് അരവിന്ദ് എന്നാണ്. മോനും അതുപോലെ തന്നെ മോളെ പോലെ തന്നെ പുറത്ത് പോയി പഠിച്ച നല്ല സ്വഭാവമുള്ള പയ്യനാണ്. അപ്പോൾ എല്ലാം നമുക്ക് അത് മോളുടെ അവൻ മനസ്സിനോട് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് അവർ തമ്മിൽ സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു പയ്യനായിട്ട് തോന്നി. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ടുള്ള പോയിൻ്റായിട്ട് കണ്ടത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് സംസാരിച്ച് അവർക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് അവരുടെ ആ ഒരു മനസ്സിൻ്റെ ലെവലിലേക്ക് രണ്ടുപേരും ഒരുപോലെ പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഈ കല്യാണം മുന്നോട്ട് നീക്കി. അവൾക്കിടെ 100% സമ്മതം അരവിന്ദുമായിട്ട് ഭയങ്കര മാച്ചിങ് ആണ് അവൾ. അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഒരു ഇത് വന്ന കാരണം നമ്മൾ കല്യാണം ഫിക്സ് ചെയ്തു. അവളുടെ മനസ്സിനോട് ഭയങ്കര തൃപ്തിയായിട്ടുള്ളത് ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരും നല്ല സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കുക, അതാണ് എനിക്ക് തരാനുള്ള വിഷയം.
मधुरापुरी सदना मृदुवदना मधुसूदन इह स्वागतं कृष्ण चरणागतं कृष्ण मधुरापुरी सदना मृदुवदना मधुसूदन इह स्वागतं कृष्ण शरणागतं कृष्ण मधुरापुरी सदना मृदुवदना मधुसूदन इह स्वागतं कृष्ण शरणागतं कृष्ण मधुरापुरी सदना मृदुवदना मधुसूदन इह स्वागतं कृष्ण कृष्ण मुष्टिकासूरचानूरमल्ल मल्लविशारद मधुसूदन मुष्टिकासूरचानूरमल्ल मल्लविशारद मधुसूदन मुष्टिकासूरचानूरमल्ल मल्लविशारद कुवलयपीठ मर्दन कलिङ्गनर्दन गोकुलरक्षण सकल सुलक्षण देवा मर्दन कलिङ्गनर्दन गोकुलरक्षण सकल सुलक्षण देवा शिष्ट जनपाल संकल्प कल्प कल्प शतकोटि असमपराभव शिष्ट जनपाल संकल्प कल्प कल्प शतकोटि असमपराभव वीर मुनि जन विहार मदन सुकुमार दैत्य संहार देवा वीर मुनि जन विहार मदन सुकुमार दैत्य संहार देवा मधुर मधुर रति साहस साहस व्रज युवती जनमानस पूजित मधुर मधुर रति साहस साहस व्रज युवती जनमानस पूजित सा दप गरि पगरि सदस सरि ग पद स द प गरि पगरि सदस स सरि रि ग ग पद स स द प प गरि रि पगरि सदस सरि ग रि ग प ग पद स द प गरि पगरि सदस स द प गरि पगरि सदस स द प गरि पगरि सदस तकतरि कुकुतन किट तकदीम 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 कृष्ण ചേച്ചീനെ പറ്റി പറയാനാണെങ്കിൽ ചേച്ചി ഞാനും ആകെ 1 വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചേച്ചിന്നൊന്നും വിളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളെല്ലാം സ്കൂളിംഗ് ഒക്കെ തന്നെ ഞങ്ങളെല്ലാത്തിലും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ കോളേജിലാണെങ്കിലും ഒരേ കോളേജായിരുന്നു. അപ്പോൾ ടീച്ചർമാർക്കൊക്കെ അറിയാം ചേച്ചി ഞാനിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ബാക്കി പുള്ളിക്കാരെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ പുള്ളിക്കാരെയായിരുന്നു എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ UK പോയി. അപ്പോൾ പിന്നെ ഈ ഹോം സിക്നസ് അങ്ങനെയൊന്നുമില്ല. പുള്ളിക്കാരി ഇച്ചിരി കൂടെ സ്ട്രോങ് ക്യാരക്ടറാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ കല്യാണത്തിൻ്റെതായിട്ട് എനിക്ക് കല്യാണം മാക്സിമം അടിച്ച് പൊളിക്കണം എന്നായിരുന്നു. അതിപ്പോൾ ഞാൻ മാക്സിമം പൊളിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ കല്യാണം ഇനിയിപ്പോൾ ബാക്കി ഇനിയിപ്പോൾ അവരെന്തായാലും പോവും. എനിക്ക് ഇടയ്ക്ക് പോയി ഞാൻ കാണും. പിന്നെ എനിക്കിപ്പോഴും ഒരു വിശ്വാസമായിട്ടില്ല കല്യാണം ആയി എന്നുള്ളൊരു ഇതിൽ വിശ്വാസമായിട്ടില്ല. പോകുമ്പോൾ എന്തായാലും മിസ് ചെയ്യും. ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന പുള്ളിക്കാരെയാണ്. പിന്നെ അമ്മയ്ക്കും അച്ഛനൊക്കെ വിഷമമുണ്ട്. വിഷമമല്ല, സന്തോഷമാണ്. നമ്മൾ നല്ല കുടുംബത്തിലേക്കാണ് വിടുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സന്തോഷിക്കുകയാണെങ്കിൽ പിന്നെ അമ്മയ്ക്കൊക്കെ നല്ല വിഷമമുണ്ട്. പുറത്ത് കാണിക്കാത്തതാണ്. അച്ഛനും ഉണ്ട്. ഇനിയിപ്പോൾ പോകുമ്പോൾ ആണ് നമുക്ക് യഥാർത്ഥ ഇതൊക്കെ അറിയാൻ പറ്റുന്നത്. പുള്ളിക്കാരിയായിരുന്നു അത്യാവശ്യം സ്ട്രോങ് ക്യാരക്ടറായിരുന്നു പുള്ളിക്കാരിയുടെ. കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല തമ്മിത്തല്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ അതൊരു തമാശ രീതിയിലാണ്. പിന്നെ അവളുടെ കൂട്ടുകാരികളൊക്കെ ആണെങ്കിൽ കുറേ പേരുണ്ട്. കുറേ എപ്പോഴും വരും. അവരാണ് കുറേ മെയിൻ ടീമുണ്ട്. അവരൊന്നും എല്ലാ പരിപാടിയും നല്ല അടിപൊളിയായിട്ട് ഈ പ്രാവശ്യം കല്യാണം വന്നപ്പോൾ നടത്തി.
അവർ തന്നെയാണ് ബ്രൈഡൽ ഷവറിൻ്റെ കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ടൊന്ന് അടിപൊളിയാക്കിയത്. കുട്ടിക്കാലം തൊട്ട് ഞങ്ങൾ അടിയൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ കിട്ടണോ. അളിയൻ അടിപൊളി മനുഷ്യനാണ്. പിന്നെ അളിയനെ കുറിച്ച് ഇപ്പോൾ പറയാനാണെങ്കിൽ അളിയൻ ഞാൻ സംസാരിച്ചിട്ട് പിന്നെ പുള്ളി അത്യാവശ്യം നല്ല ക്യാരക്ടറുള്ള മനുഷ്യനാണ്. പിന്നെ ഇപ്പോൾ പുള്ളി സിംഗപ്പൂരായിരുന്നല്ലോ. സിംഗപ്പൂർ പഠിച്ചത് വളർന്നൊക്കെ മറ്റേ ജോലി ചെയ്തത് സിംഗപ്പൂരായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് ലണ്ടനിലായി. ഇനിയിപ്പോൾ ഞാൻ ഓൾറെഡി ലണ്ടനിലായിരുന്നു, ചേച്ചി മാഞ്ചസ്റ്ററിലായിരുന്നു. അപ്പോൾ പിന്നെ ലണ്ടനിൽ ഞാൻ താമസിച്ചതിൻ്റെ അടുത്ത് തന്നെയാണ് അവരിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് പോയി കാണാനൊക്കെ സൗകര്യമാണ്. പിന്നെ എൻ്റെ കസിൻസ് കുറേ പേര് അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര ഇതില്ല, അത്ര വിഷമമില്ല. ആളെ ആദ്യമായിട്ട് ചേച്ചി കണ്ടു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമായി. പിന്നെ വർത്തമാനം പറയണ ടൈം ഉണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലമാണ് കണ്ടത്. സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് നല്ല അടിപൊളി മനുഷ്യനാണെന്ന് മനസ്സിലായി. അമ്മയ്ക്കും അച്ഛനൊക്കെ ഒത്തിരി ഇഷ്ടമായി അവരെ. ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടൻ്റെ അമ്മ അച്ഛനൊക്കെ അടിപൊളി മനുഷ്യനാണ്. എല്ലാവരും നല്ല അടിപൊളിയാണ്. ചേച്ചിക്ക് ഫുൾ ഭയങ്കര താല്പര്യമാണ് ചേട്ടനും അതേപോലെ തന്നെ തിരിച്ചാണ്. ചേട്ടനും അടിപൊളി സ്വഭാവമാണ്. പിന്നെ തുന്നൂറ് നോക്കിക്കൊള്ളുന്ന എനിക്കറിയാം, വേറെ അതിലൊരു ഇതുമില്ല. मन केसर महके रेशम लागे रे। दिल चंपई बांधे सिंदूरी से धागे रे। सुनो कनमनी शहनाई सी बाजे रे। सावली तेरी आँख में बांधनी से ख्वाब रे। खनक गई हंसी तेरी कनक धरा हुई अभी नीला पवन मुखम तेरी सदा गणम अवल मन केसर महके रेशम लागे रे। दिल चंपई बांधे सिंदूरी से धागे।
സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ മിഴിയുതിയതിതാരോ മുകിൽ വിരലതറിയാതെ പരിണയമായി മനമിതിൽ തുടുകുറിയാലേ തിരിയെരിയുവതിനാണോ ഇരുൾ പൊരുളതറിയാതെ പുലരിയതിൽ വെറുതെ തിരയുകയാണോ ഹരിനീല നീൾമിഴികൾ നിറയുന്നോ താനേ മൃദുവാണി നിൻമൊഴികൾ തിരയുന്നോ ഉള്ളാകെ മൺവഴികളറിയാതെ ഉൾമഴയിലിനിയാരേ കൺചിമിഴുമറിയാതെ നീർക്കണികയുടയാതെ സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ മിഴിയുതിയതിതാരോ മുകിൽ വിരലതറിയാതെ പരിണയമായി മനമിതിൽ തുടുകുറിയാലേ തിരിയെരിയുവതിനാണോ ഇരുൾ പൊരുളതറിയാതെ പുലരിയതിൽ വെറുതെ തിരയുകയാണോ ധനുമാസ വാർമതി പോൽ അകലുന്നോ നീയേ അളിവേണി നിൻ ചിരികൾ മറയുന്നോ ഒന്നാകെ പൊന്മുരളിയുണരാതെ പാഴ്ശ്രുതിയിനിയാരേ വെൺശിലയുമലിയാതെ നിൻ കനവുമുടയാതെ സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ വാനമഴയെ പാതിമരമേ തേടുമരികാരെ ജാലമേ നീ
ചാരമിഴിയേ കാരമൊഴിയേ കാതിലിനിയാരെ ഗാനമേ നീയേ ഏഴു നിറമേകും മാനം നാമിഴ തീർത്തൊരു മായാലോകം പൂനിലവ് കവരും തീരം നാം അറിയുന്നവിടെ മോതിര കയ്യിൽ കോരിടാം ചന്ദ്രനെ ഹൃദയം തിരികെ സാമഗമം പറന്നു പറന്നുയരേ നീലാഞ്ജനമായി തെളിയുന്നിരമെല്ലാം നീയാണേ സായാഹ്നമേറി ചിരിറാന്തരണിഞ്ഞൊരു സാഗരമേ താരപദമാകെ പ്രേമമഴയായി പായ്ത്തോണിയിൽ നാമും ഒന്നായി തേടിയെത്തി തീരമേ കയ്യിൽ കോരിടാം ചന്ദ്രനെ ഹൃദയം തിരികെ സാമഗമം പറന്നു പറന്നുയരേ നിലവേ നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ
അഴകേ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ
പാൽമണം തൂകുന്ന രാത്തെന്നൽ തെന്നലിലാടും നിൻകാർക്കൂന്തൽ പാരിടം കൺമൂടും നേരം നാമേ പാതിരാ മൗനം തേടും സഞ്ചാരികൾ കിനാകായലോളങ്ങൾ നീന്തുന്നു മെല്ലെ ദൂരെ ദ്വീപിനോരങ്ങൾ തേടി വിഷാദങ്ങൾ മായുന്നു നിൻ കൂടെ ഞാനിൽ വിരൽ കോർത്തു നിൽക്കും നേരം താരനിര താഴെയൊന്നിവളെ കണ്ട പാടിതാ മോളുന്നേ മാലാഖയാണീ പെണ്ണ് താളമിടറുന്നു നെഞ്ചിനകമാദ്യ ചുംബനം മേലാകെ കുളിരോർമ്മയായി വീഴേ. നീരാഴി പെണ്ണോടൊന്നായി നീർക്കായൽ ചേരും പോലെ പൊഴിയായി മാറി നാം താനേ. ചേരാണി ഞാൻ പെണ്ണേ നീയാണൻ പൂക്കണ്ടൽ ചേലോടെങ്കിൽ നീ മെല്ലെ നേരായാഴുമോ. മേഘങ്ങൾ പോരുമ്പോൾ എന്നിൽ വരം പോലെ നിൻ ചൂടു വേണം നിരായങ്ങൾ നിന്നുന്നൊരേ തീരഭൂവിൽ ഉലാവേണം എൻ കൂടെ പാൽമണം തൂകുന്ന രാത്തെന്നൽ തെന്നലിലാടും നിൻകാർക്കൂന്തൽ ആരിടം കൺമൂടും നേരം നാമേ പാതിരാ മൗനം തേടും സഞ്ചാരികൾ ആരും കാണാതെന്നും ആരോടും ചൊല്ലാതെ കണ്ണാൽ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു നാം. ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേ കിടാമീ ജീവനിൽ നിന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ.
താരാട്ടായി മാറുമ്പോൾ ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ പോകും തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ താനേ നിൻ കാവൽ കണ്ണാകാം നിന്നോമൽ കൂടേറാം ഉള്ളാകെ പകരാം പറയാക്കിനാവായി നീ വരൂ എന്നോരം മാറാതെങ്ങും മായാതെ കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ പാതിരാവിന്റെ വാതിലിൽ പൂവ് ചൂടുന്ന താരമേ പുലരാൻ വൈകുമോ ഇനി രാവേറുമോ കണ്ണോരം കാണും മോഹം നേരാണോ പതിയെ നീങ്ങുന്ന നേരമേ വെറുതെ വേഗത്തിലോടുമോ അവനോടായിതാ അലിയാൻ കാത്തു ഞാൻ ഇന്നേതോ തീരാദാഹം നേടാനോ പകുതി തീരാ കവിത പോലെ അകലെ നിൽപ്പൂ നീ വരാതെ പുതിയൊരാനന്ദമോ പതിവുകൾ ദൂരയോ വാനിലോ ഞാൻ താഴെയാണോ പ്രണയമാം ജാലമോ കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയായി എന്നെ തേടൂ ഓ ഓ You're my sunshine, you're my moonlight, you're the stars in the sky. Come with me now, you have my desire. Yellame, nidane, aradhya. അറിയുവാൻ വൈകി ഞാൻ പതിയെ ഒഴുകുന്നതായി ഉയിരരുവി പോലൊരാൾ എന്നും എന്നരികെ അറിയാതെ മനസാകെ തൂ മധുര പ്രണയം തൂവി തൂവി കണ്ണിമയോരം താരകൾ
ഇരുൾ മൂടിയുറങ്ങും ചെമ്പനി നീരെ പുൽകിയുണർത്തും വെൺമതി നീയെ ആരാധ്യ ആരാധ്യ തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ 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 നീയില്ലാതിന്നില്ലൻ ജന്മം ആരാധ്യ ഗരി ഗപ മഗരി സരി രി സരി ദ പദ സ ഗരി ഗപ മഗരി സരി രി സരി ദ സ ദ സരി രി സ ദ സരി രി സ ദ സ ദ രി രി സ ദ പ ഗ പ ദ ദ പ ദ സ ദ ദ സരി രി സരി വാ മഗരി സ ദ പ ഗരി ഗ പ ദ ദ പ സ ദ രി സ ഗരി പ ഗ ദ പ ഗരി സ ദ പ ഗരി രി ഗ പ പ ഗരി ഗ ദ ദ പ രി ഗ സ ദ ദ പ ഗരി സ രി ഗ പ ദ സ പൂവായിരം കണ്ടു പൂന്തേനിതൾ തൊട്ടു നാം രണ്ടു ശലഭങ്ങളായി ഏഴേഴു ജന്മങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ വെൺമേഘശകലങ്ങളായി നെഞ്ചാകെ ഞാനില്ലേ എല്ലാമേ നീ എന്ന പോൽ തോന്നി പൂവേ ആരാധ്യ ആരാധ്യ തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ 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 നീയില്ലാതിന്നില്ലൻ ജന്മം ആരാധ്യ നീളും നീലാരാവിൽ കൺചിമ്മുവാൻ ചൊല്ലി നീ തന്നു കൈനീട്ടവും ആ നേരമെന്നാത്മസംഗീതമായി വന്നു നീ തന്നു കൈവല്യവും തീരാതെ കണ്ണാലേ ചൊല്ലാമേ നീ എന്റെ മാത്രം നിലാവേ അറിയാതെ മനസ്സാകെ തൂ മധുര പ്രണയം തൂവി തൂവി കണ്ണിമയോരം താരകൾ മിന്നുന്നേ ഇരുൾ മൂടിയുറങ്ങും ചെമ്പനി നീരെ പുൽകിയുണർത്തും വെൺമതി നീയെ ആരാധ്യ ആരാധ്യ തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ 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 നീയില്ലാതിന്നില്ലൻ ജന്മം ആരാധ്യ മഴമെല്ലെ മായുമീ നേരം ഈ നനവും കഥ പറയവേ കണ്ടൂരങ്ങൾ തികയാതെ നാം വെൺതീരങ്ങൾ അണയുന്നിതാ നിന്നാത്മാവിൻ മിഴിനീർനദി തിരയുന്നോരാ തിരയാളിയായി നിൻ കൂടെ ഞാനില്ലയോ നിൻ കൂടെ ഞാനില്ലയോ
വിഘ്നേശനും ഗുരുവുമാദിത്യനഗ്നിയും വാണിയും ബ്രഹ്മനും തുണയേകണം. സുമുഹൂർത്തമാക്കേണമീ മംഗളം സർവശുഭദീപ്തമാകട്ടെ ജയമംഗളം. ഉമയോടു പരമേശനെന്ന പോലെ ഹരിയോടു രമവാണിടുന്ന പോലെ ഇരുപേരും ഒന്നിച്ചു കാലമേറെ നലമോടെ വാഴട്ടെ ജയമംഗളം.
രഘുരാമ സീതാസമം സദസ്സിൽ വധുവൊത്തു വിധുവായ വരനിരിക്കേ ഇരു കുടുംബം തമ്മിലിതളു ചേരും ഹൃദയങ്ങളോതിടും ജയമംഗളം ഉമയോടു പരമേശനെന്ന പോലെ ഹരിയോടു രമവാണിടുന്ന പോലെ ഇരുപേരുമൊന്നിച്ചു കാലമേറെ നലമോടെ വാഴട്ടെ ജയമംഗളം രഘുരാമ സീതാസമം സദസ്സിൽ വധുവൊത്തു വിധുവായ വരനിരിക്കേ ഇരു കുടുംബം തമ്മിലിതളു ചേരും ഹൃദയങ്ങളോതിടും ജയമംഗളം കുരവയിട്ടാമോദമൊഴുകിടുമ്പോൾ ഉയിരോടുയിർ ചേർന്നു താലി ചാർത്തും മരണമാല്യത്തോടെ വലതു വയ്ക്കേ ഞാൻ ഫസ്റ്റ് കോളേജിൽ വന്നപ്പോൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത ആളാണ് മാളു. അപ്പോൾ അന്ന് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 8 years ആയിട്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഈ വെഡ്ഡിങ് എന്ന് പറയുന്നത് ഭയങ്കര വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. സോ അവൾക്ക് എല്ലാവിധ ആശംസകളും ഈ ഒരു സമയത്തിൽ ഞാൻ പറയാണ്. ഞങ്ങൾ പണ്ട് തൊട്ടേ ഇങ്ങനെ കളിയായിട്ട് പറയായിരുന്നു ഇങ്ങനെ എന്തായിരിക്കും അവളുടെ വെഡ്ഡിങ്, എങ്ങനെയായിരിക്കും. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലൈക്ക് ആ സമയത്ത് ഇങ്ങനെ എന്ത് ഡ്രസ്സ് പ്ലാൻ ചെയ്യണം, എന്ത് ഇവൻറ്റ്സ് എങ്ങനെയായിരിക്കും, അതൊക്കെയായിരുന്നു അവൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള അരവിന്ദ് അവളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് അവളുടെ ഫേസിൽ ഇപ്പോൾ കാണാനുള്ളത്. ഭയങ്കര ഹാപ്പിയാണ്, അത്രയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു കല്യാണമാണ് മാളി ചേച്ചിയുടെ കല്യാണം. അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കല്യാണത്തിൻ്റെ ഒരിതായിട്ട്. പക്ഷേ എനിക്ക് കുറച്ച് ഇൻവോൾവ്മെൻറ്റ് കുറഞ്ഞു പോയായിരുന്നു കല്യാണ ടൈം ആയപ്പോൾ. കാരണം പെട്ടെന്ന് ജോബൊക്കെ കിട്ടി ആ ഒരു ഇതായിപ്പോയി. പക്ഷെ മാളി ചേച്ചിയുടെ കല്യാണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത്. അതുപോലെ ഞാനും മാളി ചേച്ചിയും കുഞ്ഞിലെയും മുതൽ ഇങ്ങനെ ഒത്തിരി ഞങ്ങളായിരുന്നു ഭയങ്കര കമ്പനി. അപ്പോൾ പെട്ടെന്ന് മാളി ചേച്ചി UK പോയപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോകുന്ന പറയുമ്പോൾ വേറൊരു ഫീൽ എന്താണെന്നറിയില്ല. പിന്നെ അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നൊരു കാര്യം, പണ്ട് മാളി ചേച്ചിയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ മാളി ചേച്ചിയുടെ കല്യാണ സമയത്തുള്ള, അത് ചെറുതായിരുന്നു, ഒരു 8-ലോ 9-ലോ ചേച്ചി പഠിക്കുന്ന സമയത്ത് ചേച്ചി ബുക്കിൽ ഇങ്ങനെ ഡ്രസ്സിൻ്റെ ഫോട്ടോ വരച്ച് വയ്ക്കുക, വിളിക്കാനുള്ള ആൾക്കാരുടെ ഇത് വരച്ച് വയ്ക്കുക, ഞാൻ എൻ്റെ കല്യാണത്തിന് ഇങ്ങനത്തെ ഡ്രസ്സായിരിക്കും, ഇതൊക്കെ ആയിരിക്കും എൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു ബുക്കിൽ ചേച്ചി. അപ്പം ഞാനത് എപ്പോഴും ഓർക്കും ആ കാര്യം. മാളി ചേച്ചിയുടെ കല്യാണം എന്ന് പറയുമ്പോൾ എനിക്കതാണ് കൂടുതൽ ഓർമ്മ വരുന്നത്. അപ്പോൾ അതൊരു റിയാലിറ്റിയിലേക്ക് ഇപ്പോൾ വന്നേക്കുവാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചിക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്.